സുബമും രവിയും അനിയനും ചേട്ടനുമാണ്. അവരുടെ അച്ഛനും അമ്മയും മരിച്ച ശേഷം അവർ രണ്ടുപേരുമാണ് വീട്ടിലെ ജോലികളെല്ലാം നോക്കിയിരുന്നത്. വീട്ടിന്റെ പാതി വശത്ത് രവി തന്റെ ഭാര്യയോടൊപ്പം ജീവിച്ചിരുന്നു, ബാക്കിയുള്ള വശത്ത് സുബം തന്റെ ഭാര്യയോടൊപ്പം ജീവിച്ചിരുന്നു. സുബത്തിന്റെ ഭാര്യയുടെ പേര് സാധനയായിരുന്നു. വീട് എങ്ങനെയാണോ രണ്ടായിട്ട് പങ്കുവച്ചത് അതുപോലെ തന്നെ കടയും അവർ രണ്ടായിട്ട് പങ്കുവച്ചിരുന്നു. ആ കടയുടെ നടുവിലായിട്ട് അവർ വലിയൊരു ചുവര് കെട്ടിമറച്ചു. പാതി കടയിൽ രവി ഇസ്തിരിയിടുന്ന ജോലി ചെയ്യുകയായിരുന്നു, ബാക്കിയുള്ള കടയിൽ സുബമും സാധനയും ഹോട്ടൽ നടത്തുകയായിരുന്നു. എന്താ മരുമോളെ, നിങ്ങൾ വന്നോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. നിങ്ങൾക്കിപ്പോൾ തന്നെ ചായ ഇട്ട് കൊണ്ടുവരാം. ആ ശരി മോളെ. രവി ശുഭം രണ്ടുപേർക്കിടയിലും യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചു വന്നത്. ചേട്ടാ, നാളെ നമ്മുടെ വീട്ടിൽ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്, നിങ്ങൾ കഴിക്കാൻ വന്നേക്കണം. ആ നിന്റെ ചേട്ടത്തിക്ക് അറിയാതെ ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കോളാം. അല്ല ചേട്ടാ, എന്താ ഇത്? ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും ചേർത്ത് ചിക്കൻ ഉണ്ടാക്കാം. അയ്യോ, അത് വേണ്ട മോളെ, അതുപോലെ ഒന്നും നീ ചെയ്യരുതേ. എന്റെ ഭാര്യനെ കുറിച്ച് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അവൾ നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന എനിക്കും കഴിക്കാൻ തരില്ല, അവളും കഴിക്കില്ല. മനസ്സിലായോ? ഇപ്പൊ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നോ നമുക്ക് അത് തന്നെ നല്ലതാണ്. ഇപ്പോഴേ എനിക്ക് അവൾക്ക് അറിയാതെ തന്നെ നിന്റെ രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, എനിക്ക് അത് മതി മോളെ. ശരിയല്ലേ? ശരി ചേട്ടാ. സാധന രവിക്ക് ചായ നൽകി. പിന്നീട് അവൾ ഹോട്ടലിലെ ജോലി നോക്കാനായി പോയി. കസ്റ്റമേഴ്സ് ഒക്കെ വരാൻ തുടങ്ങി. ചേച്ചി, 2 ചായ പിന്നെ ഒരു മുട്ടപ്പൊടി മാസും. ശരി സാറേ. സാധന കിച്ചൺ നോക്കി വന്നു, പിന്നെ ശുഭം കസ്റ്റമേഴ്സിനെ നോക്കി. രണ്ടുപേരും ചേർന്ന് ജോലി നോക്കുകയായിരുന്നു. രാവിലെ മുതൽ സന്ധ്യ വരെ അവർ രണ്ടുപേരും ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ സന്ധ്യയായതും സാധന എല്ലാവർക്കും വേണ്ടിയും ടിഫൺ ഉണ്ടാക്കുമായിരുന്നു. ചേട്ടാ വരൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുട്ടക്കറി ചെയ്തിട്ടുണ്ട്. ദോ വന്നു മോളെ. സാധന, രവി, സുബം 3 പേരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുകയായിരുന്നു. നീ എപ്പോഴും സന്തോഷമായിട്ടുണ്ടാവണം മോളെ. നിന്നെ പോലെയുള്ള നല്ല മരുമകളാണ് എല്ലാ കുടുംബത്തിലേക്കും വരേണ്ടത്. നീ എന്റെ അനിയന് വേണ്ടി എത്ര സഹായിക്കുന്നുണ്ട്, അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഒരു പക്ഷേ ഗായത്രി എനിക്ക് ഇതേപോലെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ശരി, കുഴപ്പമില്ലേട്ടാ. അതാ പറയില്ലേ, മുത്തുമലകളിൽ കാണുന്ന എല്ലാ മുത്തും ഒരേപോലെ ഉണ്ടാവില്ല എന്ന്. അതായത് എല്ലാരും ഓരോരോ രീതിയാണ്. അങ്ങനെ രീതിയിലുണ്ടത് നല്ലത് തന്നെയാണ്. ഗായത്രിക്ക് അറിഞ്ഞത് കച്ചറ ഉണ്ടാക്കാനും അടികൂടാൻ മാത്രമാണ്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഉടനെ അവൾ സ്വത്ത് പിരിച്ച് നിങ്ങളുടെ കൂടെ അടികൂടി. നീ ഇപ്പോൾ ഒറ്റയ്ക്കാണ്, അവൾ ഇപ്പോൾ എൻ്റെ കൂടെയാണ് അടികൂടുന്നത്. എൻ്റെ വേദന എനിക്ക് മാത്രമേ അറിയുള്ളൂ. ശരി, അത് വിട്. പക്ഷെ ഞാൻ നിങ്ങളുടെ രണ്ടുപേരും വിചാരിച്ച് വളരെ സന്തോഷപ്പെടുന്നുണ്ട്. ആ ദൈവം നിങ്ങൾ രണ്ടുപേർക്കും കുറേ വിജയങ്ങൾ തരാനുണ്ട്. വളരെ നന്ദിയുണ്ട് ചേട്ടാ. ചേട്ടാ, നാളെ ഉച്ചയ്ക്ക് നിങ്ങൾ മറക്കാതെ നമ്മുടെ വീട്ടിലേക്ക് വരണം കേട്ടോ. അത് ഞാൻ തീർച്ചയായിട്ടും മറക്കില്ല. സാധന കൈകൊണ്ട് ഉണ്ടാക്കുന്ന രുചിയുള്ള ചിക്കൻ കറി എങ്ങനെ ഞാൻ വിടാനാ? അടുത്ത ദിവസം രവി തന്റെ ഭാര്യ കാണാതെ മറഞ്ഞു സുബത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. മോളെ സാധന, സാധന, വേഗം ഭക്ഷണം എടുത്ത് വെക്കും മോളെ. ഞാൻ ഗായത്രി അടുത്ത് കള്ളം പറഞ്ഞിട്ടാ ഇവിടെ വന്നിരിക്കുന്നത്. സുഹൃത്തിന്റെ വീട്ടിൽ കഴിക്കാൻ പോന്നാ ഞാൻ പറഞ്ഞ്. ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം ചേട്ടാ. സാധന 3 പേർക്കും ആഹാരം ഉണ്ടാക്കി വെച്ചു. പിന്നെ 3 പേരും കൂടി വളരെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് ആഹാരം കഴിച്ചു. ഇങ്ങനെ 3 പേരും വളരെ സന്തോഷത്തോടെ ജീവിച്ചു വന്നു. ഒരു ദിവസം സുബം സിറ്റിയിലേക്ക് പോയി സാധനങ്ങൾ വാങ്ങിക്കാനായി ചെന്നു. ചേട്ടാ, ഞാൻ നഗരത്തിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം. നിങ്ങൾ കുറച്ച് അങ്ങനെ സാധനം ഒന്ന് ശ്രദ്ധിക്കണം ചേട്ടാ. ഇതൊക്കെ നീ എൻ്റെ അടുത്ത് പറയണം മോനെ. നിക്ക്, 10 മിനിറ്റ് എൻ്റെ ജോലി കഴിഞ്ഞാ ഞാൻ നേരെ അങ്ങോട്ട് തന്നെ പോവാം. അതൊന്നും ആവശ്യമില്ല ചേട്ടാ. സാധന ഒറ്റയ്ക്ക് തന്നെ അവളുടെ എല്ലാ ജോലിയും നോക്കിക്കോളും. ആ എനിക്കെല്ലാം അറിയാം. പക്ഷെ ഞാൻ അവൾക്ക് എന്തെങ്കിലും സഹായിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. നീ പോയിക്കോ, ഞങ്ങൾ നോക്കിക്കോളാം. ശരി ചേട്ടാ. സുബം അവിടെ നിന്നും പോയി. പിന്നെ രവി തൊട്ടടുത്ത കടയിൽ ജോലി ചെയ്യാനായി തന്റെ കട മൂടിയിട്ട് പോയി. രവി കസ്റ്റമേഴ്സിന്റെ പ്ലേറ്റ് എടുക്കുകയായിരുന്നു. അല്ല ചേട്ടാ, നിങ്ങളിതൊന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. നീ ഇപ്പോഴവിടെ എന്ത് ചെയ്യുന്നോ നീ അത് പോയി ചെയ്തോളൂ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ കുറച്ച് ജോലി ഞാനും ചെയ്തോളാം. അങ്ങനെ ജോലി ചെയ്തോണ്ട് തന്നെ ഞാൻ നിന്നോട് സംസാരിക്കാലോ. അതും ശരിയാണ്. ഹോട്ടലിലേക്ക് കസ്റ്റമേഴ്സ് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സാധന ദിവസവും പോലെ കിച്ചൺ നോക്കുകയായിരുന്നു. പിന്നെ രവി കസ്റ്റമേഴ്സിനെ നോക്കുകയായിരുന്നു. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. പിന്നെ പെട്ടെന്ന് ഗ്യാസ് തീർന്നു പോയി. അയ്യോ,
ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എന്തു പറ്റി സാധന? ചേട്ടാ, ഗ്യാസ് തീർന്നു പോയി. കസ്റ്റമേഴ്സിന്റെ ഓംലെറ്റ് ഓർഡർ ഉണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യാനാ? കസ്റ്റമേഴ്സിനെ തിരിച്ചയക്കണമെന്ന് തോന്നുന്നു. വേണ്ട വേണ്ട, ഇത് കുറച്ചും കൂടി ശരിയല്ല. നീ ഒരു കാര്യം ചെയ്. ഓംലെറ്റ് ചെയ്യാൻ വേണ്ടി നീ മുട്ടയൊക്കെ പൊട്ടിച്ചു വെക്ക്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് വിട്ടേക്ക്. സാധന ഒരു പാത്രത്തിൽ മുട്ട ഉടച്ചിട്ടു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. രവി തന്റെ കടയിൽ നിന്നും ഒരു പുതിയ അയൺ ബോക്സ് എടുത്തുകൊണ്ടുവന്നു. ഈ അയൺ ബോക്സ് വെച്ച് എന്തു ചെയ്യാനാ ചേട്ടാ? നീ കറണ്ട് അടുപ്പുള്ളത് നീ കണ്ടിട്ടുണ്ടോ? അത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ അയൺ ബോക്സും. നീ ഓംലെറ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, അത് ഈ അയൺ ബോക്സിൽ ഒഴിച്ചാൽ മതി. ഇതുകൊണ്ട് ഓംലെറ്റ് ചെയ്യാമോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാടോ. രവി അയൺ ബോക്സ് വയർ ബോർഡിൽ കുത്തി. ആ അയൺ ബോക്സ് ചൂടായ ഉടൻ തന്നെ സാധന അതിലേക്ക് ആ കലക്കി വെച്ചിരുന്ന മുട്ട എടുത്തൊഴിച്ചു. ഉടൻ തന്നെ ആ മുട്ട പൊരിഞ്ഞു വലുതായി മാറി. കണ്ടില്ലേ? പിന്നീട് 2 മിനിറ്റിനകം തന്നെ ഓംലെറ്റ് റെഡിയായി. സാധന ഓംലെറ്റ് പ്ലേറ്റിലേക്ക് വെച്ചു. എന്നിട്ട് അത് കസ്റ്റമേഴ്സിനടുത്തേക്ക് കൊണ്ടുപോയി. ഷേടാ, ഇതെന്ത് ഓംലെറ്റ് ആണ്? ത്രികോണ രൂപത്തിലാണല്ലോ ഉള്ളത്. ഇത് പുതിയതാണ് ചേട്ടാ, നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ. ആ കസ്റ്റമർ ഓംലെറ്റ് കഴിച്ചു നോക്കി. അത് നല്ല രുചിയുള്ളതായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ശരിക്കും നന്നായിട്ടുണ്ട് മോളെ. പിന്നെ ഇതിന്റെ രൂപവും നന്നായിട്ടുണ്ട്. അത് കണ്ടിട്ട് മറ്റുള്ള കസ്റ്റമേഴ്സും ത്രികോണ ഓംലെറ്റിന് ഓർഡർ നൽകി. എനിക്കും അതുപോലെ ത്രികോണ ഓംലെറ്റ് വേണം. എനിക്കും തരൂ. സാധന തുടർന്ന് ത്രികോണ ഓംലെറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. കസ്റ്റമേഴ്സ് അത് കഴിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ശുഭം സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ തന്റെ ഹോട്ടലിന്റെ പുറത്തുള്ള ആൾക്കാരെ കണ്ട് അവൻ അതിശയിച്ചു പോയി. ഷേടാ, ഇതെന്താ ഇത്രയും തിരക്ക്? ഇത്രയും കസ്റ്റമേഴ്സ് എന്റെ ചേട്ടന്റെ ത്രികോണ ഓംലെറ്റ് കൊണ്ടാണ് വന്നത്. എന്ത് ത്രികോണ ഓംലെറ്റോ? രവി സുബത്തിനോട് ആ എൻബോക്സ് ഓംലെറ്റിനെ കുറിച്ച് എല്ലാം തന്നെ പറഞ്ഞു. അവിടെ കുറച്ച് നോക്കുമോനെ. ത്രികോണ ഓംലെറ്റ് കഴിക്കാൻ വേണ്ടി എത്ര പേരെ ഇവിടെ ക്യൂല് നിൽക്കുന്ന കണ്ടില്ലേ? എന്റെ ദൈവമേ ചേട്ടാ, നിങ്ങള് വലിയ സംഭവം തന്നെ. പിന്നീട് 3 പേരും ചേർന്ന് കസ്റ്റമേഴ്സിന് ഓംലെറ്റ് നൽകി. ആ ത്രികോണ ഓംലെറ്റ് കാരണം ആ ഹോട്ടൽ വളരെ ഫേമസ് ആയി. സാധനയും സുമമും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. ഒരു ദിവസം രവി തന്റെ വീട്ടിൽ ആഹാരം കഴിക്കുകയായിരുന്നു. നിങ്ങൾ സാധനയും സുബത്തെയും കുറിച്ചൊരു കാര്യം അറിഞ്ഞോ? കേട്ടത് മാത്രല്ല, ഞാൻ കണ്ണോട് കണ്ടതാണ്. അവരുടെ ധാബയിൽ അത്രയും കൂട്ടും അവിടെ നിൽക്കുന്നുണ്ട്. ചില സമയത്ത് ഞാൻ ആലോചിക്കുന്ന എന്താ വെച്ചാൽ, ഒരു പക്ഷേ ഞങ്ങൾ ഭാഗം പിരിവില്ലാന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 2 പേര് ചേർന്ന് നന്നായിട്ട് പൈസ ഉണ്ടാക്കി തന്നെ. ശുഭം പോലെ തന്നെ എനിക്കും കയ്യിൽ കുറെ കാശുകളും ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ഒരു പ്രാവശ്യം ഇതിനെക്കുറിച്ച് സുബത്തിനോട് സംസാരിച്ചാലോ? എന്ത് സംസാരിക്കാനാ പറയുന്നത്? നിങ്ങൾ അദ്ദേഹത്തോട് 2 കടയും ഒന്നിച്ചു ചേർത്ത് വലിയ ഹോട്ടൽ തുടങ്ങാമെന്ന് പറയൂ. പക്ഷേ ഒരു പ്രാവശ്യം കൂടി നീ അടികൂടിയാൽ അപ്പൊ എന്തു ചെയ്യും? എനിക്കെന്താ വട്ടാണോ വരുന്ന ലക്ഷ്മിയെ വേണ്ട എന്ന് പറയാൻ? എന്നാ ശരി. രവിക്ക് മനസ്സിനകത്ത് ഒരുപാട് സന്തോഷം തോന്നി. അവന് മുൻപേ ഇത് തന്നെയായിരുന്നു ആഗ്രഹം. കുറച്ചു ദിവസത്തിനകത്ത് 2 കടയും ഒന്നിച്ചു ചേർത്ത് അവരൊരു വലിയ ഹോട്ടൽ തുടങ്ങി. ശുഭം, രവി, സാധന 3 പേരും ഒന്നിച്ചുകൂടി ഹോട്ടൽ നടത്തി. ആ അയൺ ബോക്സ് ഓംലെറ്റിന്റെ സഹായത്തോടു കൂടി അവരുടെ കട മാത്രം വലുതായില്ല, അവരുടെ പിരിഞ്ഞിരുന്ന സ്നേഹവും ഒരുപാട് അധികരിച്ചു. കവിതയുടെയും കിഷന്റെയും വീട്ടിന്റെ പുറത്തായിട്ട് അവർക്കൊന്ന് കുറച്ച് വസ്തു ഉണ്ടായിരുന്നു. അതിലവർ തക്കാളി കൃഷി ചെയ്തിരുന്നു. ചേട്ടാ, ആഹാരം കഴിക്കാം, ഒന്ന് വരൂ. ആ ഇതോ ഞാൻ വരാം. ഇവിടെ തക്കാളി ചെടിക്ക് ഞാൻ വെള്ളം ഒഴിച്ചോണ്ടിരിക്കാണ്. കിഷൻ ആഹാരം കഴിക്കാനായി വീട്ടിലേക്ക് വന്നപ്പോൾ, എത്ര നേരമായി ഞാൻ നിങ്ങളെ വിളിക്കുക, ഇപ്പോൾ നോക്കൂ ആഹാരമൊക്കെ തണുത്തുപോയി. എന്നെ കൊണ്ട് എന്താ നീ ചെയ്യാൻ പറയുന്നത്? തക്കാളി ചെടിക്കൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ തക്കാളി ചെടി എങ്ങനെ വളരും? നീ തന്നെ പറ. ശരി ശരി, വേഗം ഭക്ഷണം താ. തക്കാളി വാങ്ങാൻ വേണ്ടി വ്യാപാരികൾ വരുന്നുണ്ട്. ശരി ശരി. കവിത കിഷന് ആഹാരം നൽകി. കിഷൻ ആഹാരം കഴിക്കാൻ തുടങ്ങി. അദ്ദേഹം കഴിച്ചു തീർക്കാൻ സമയത്ത് ഒരു വ്യാപാരി അവിടേക്ക് വന്നു. കിഷൻ, അതോ വന്നു. ഈ പ്രാവശ്യം മണ്ടി അത്ര ഒന്ന് പോരാ. അതുകൊണ്ട് കിലോ തക്കാളിക്ക് ഞാൻ 15 റുപ്യ തരാൻ പറ്റുള്ളൂ. ഇത് വളരെ കുറവായിട്ടുണ്ട് ചേട്ടാ. ഇത് നോക്കു മോനെ, ഇതാണ് എന്റെ വില. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ നഗരത്തിലുള്ള തക്കാളിക്ക് വില കിലോന് 30 റുപ്യല്ലേ വെക്കുന്നത്. ചില സമയത്തൊക്കെ അത് ബസാറിൽ വെക്കുമ്പോൾ ഭയങ്കര കുറവായിട്ടാ വെക്കുക. എത്രയോ തക്കാളി നഷ്ടപ്പെട്ടു പോകുന്നു. അത് ആരെങ്കിലും വാങ്ങുന്നുണ്ടോ?
പിന്നെ തക്കാളി നോക്കാൻ വേണ്ടി ഒരു ആള് നമ്മൾ വെക്കുന്നുണ്ട്. ആ ആൾക്ക് ഒരു കൂലിയും കൊടുക്കണ്ടേ? കൊറേ ചെലവുണ്ട് കിഷൻ മോനെ, നിനക്കതൊന്നും അറിയില്ല. പക്ഷെ ചേട്ടാ, 15 റുപ്യ വല്ലാതെ കുറവാണ്. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇത് നോക്കും മോനെ, എന്നെ കൊണ്ട് എനിക്ക് കൂടെ ഒരു 17 റുപ്യ തരാൻ പറ്റുള്ളൂ. നിനക്കത് ഓക്കെ ആണെങ്കിൽ സമ്മതിക്കേ. കിഷന് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. പക്ഷേ തക്കാളികളെ വിറ്റേ പറ്റൂ. ശരി ചേട്ടാ, അത് തന്നെ തന്നേക്ക്. എത്ര കിലോ തക്കാളി ഉണ്ട്? ഒരു 200 കിലോ ഉണ്ട് ചേട്ടാ. ശരി മോനെ, കിലോ 200-ന് 17 ഇട്ടാൽ മൊത്തം 3400 റുപ്യ വരുന്നുണ്ട്. ദാ പിടിച്ചോ. ആ, വളരെ നന്ദിയുണ്ട് ചേട്ടാ. ആ വ്യാപാരി തക്കാളിയൊക്കെ വാങ്ങിക്കൊണ്ട് അവിടെ നിന്നും തിരിച്ചു. പിന്നീട് കിഷൻ സങ്കടത്തോടെ വീട്ടിനകത്തേക്ക് പോയി. എന്തു പറ്റി? നല്ല വില ലഭിച്ചില്ലേ? നഗരത്തിലൊക്കെ ഒരു കിലോ തക്കാളി 30 റുപ്യാണ് വിൽക്കുന്നത്. നമുക്കാണെങ്കിൽ 17 റുപ്യ കിട്ടുന്നുള്ളൂ. ഇതൊക്കെ വളരെ അന്യായമാണ്. പക്ഷെ നമ്മൾ ഈ തക്കാളി വിറ്റില്ലെങ്കിൽ ഇതൊക്കെ നാശായി പോവും. നിങ്ങൾ തന്നെ നഗരത്തിലേക്ക് പോയി തക്കാളി വിറ്റിട്ട് വന്നൂടെ? ഞാൻ നഗരത്തിൽ പോയി തക്കാളി വിൽക്കാൻ പോയാൽ ഇവിടെയുള്ള തക്കാളിയൊക്കെ ആര് നോക്കും? ഇനി മുതൽ അതൊക്കെ ഞാൻ നോക്കാം. പക്ഷെ അത് എങ്ങനെ? നീ വീട്ടു ജോലി നോക്കുവോ അല്ലെങ്കിൽ തോട്ടത്തിലുള്ള ജോലി നോക്കുവോ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ രാവിലെ തന്നെ വീട്ടിലുള്ള ജോലിയൊക്കെ തീർത്തിട്ട് നമ്മുടെ കൃഷിയും നോക്കിക്കൊള്ളാം. മാത്രമല്ല, കൃഷി ചെയ്യാൻ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് സത്യാണ്. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുവോ? ശ്രമിച്ചു നോക്കാമല്ലോ. അതെ. പിന്നീട് അവർ തീരുമാനിച്ചു. അതായത് കവിത തക്കാളി കൃഷി ശ്രദ്ധിക്കാമെന്നും പിന്നെ കിഷൻ നഗരത്തിലുള്ള മാർക്കറ്റിൽ ചെന്ന് തക്കാളി വിൽക്കാമെന്നും. ഒരാഴ്ചക്ക് ശേഷം വീണ്ടും തക്കാളി വിളഞ്ഞു. പിന്നീട് കിഷൻ തക്കാളിയൊക്കെ ഒരു ടെമ്പോയിലാക്കി. ഇന്ന് ആദ്യ ദിവസമാണ്. എല്ലാം നന്നായി നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാം ശരിയാകും, വിഷമിക്കാതെ പോകൂ. കിഷൻ ട്രക്കും എടുത്തുകൊണ്ട് തിരിച്ചു. അവിടെ മാർക്കറ്റിലേക്ക് ചെന്നതും അവൻ തന്റെ ടെമ്പോയിൽ തന്നെ തക്കാളി വിൽക്കാൻ തുടങ്ങി. വരൂ, പുതിയ പറിച്ച തക്കാളിയാണ്. എല്ലാരും വരൂ, തക്കാളി വാങ്ങാൻ വരൂ. നല്ല ഫ്രഷ് തക്കാളിയാണ്. വരൂ. കിലോ 30 റുപ്യുള്ളൂ. കിലോന് 30 റുപ്യുള്ളൂ. കിലോ 30 രൂപയാണോ? അതെ ചേച്ചി. മറ്റുള്ള കടകളിലൊക്കെ 35 രൂപയാ കിലോ. ഞാൻ നിന്നോട് തന്നെ വാങ്ങിച്ചോളാം. എനിക്ക് 2 കിലോ താ. എനിക്ക് 2 കിലോ. അതെ, എനിക്കും 1 കിലോ. കുറച്ചു സമയത്തിനകം തന്നെ കിഷന്റെ ടെമ്പോയുടെ മുൻപിൽ കൂട്ടമായി കസ്റ്റമേഴ്സ് വന്നു. 4 മണിക്കൂറിനകം തന്നെ അദ്ദേഹത്തിനോട് ബാക്കി കുറച്ച് തക്കാളിയേ ഉണ്ടായിരുന്നു. തക്കാളിയുണ്ടോ? വെറും 4 കിലോ ഉള്ളു മോളെ. 4 കിലോ. എല്ലാം ഞാൻ തന്നെ വാങ്ങിക്കൊള്ളാം. സിറ്റിയിലുള്ളവർക്ക് നല്ല ഫ്രഷായ തക്കാളി കുറഞ്ഞ വിലയിൽ കിട്ടിയതും എല്ലാരും അത് വാങ്ങിക്കൊണ്ടു പോയി. എന്നിട്ട് കിഷൻ ടെമ്പോയുമായി തിരിച്ചു വീട്ടിലേക്ക് എത്തി. കിഷൻ ടെമ്പോക്കാരന് 1000 രൂപ കാശ് നൽകി. ഇവിടെ നോക്ക് കവിത, ഇന്നത്തെ ദിവസം വളരെ അടിപൊളിയായിരുന്നു. എല്ലാ തക്കാളിയും വിറ്റോ? എല്ലാം ഞാൻ വിറ്റ് കഴിഞ്ഞു. മൊത്തം 280 കിലോ തക്കാളിക്ക് ഞാൻ 7500 ആണ് കാശ് കിട്ടിയത്. 1000 റുപ്യ ഞാൻ ടെമ്പോക്കാരനും കൊടുത്തു. ബാക്കിയുള്ള 6500 നമുക്കാണ്. ഇന്നത്തെ ദിവസം അടിപൊളി തന്നെ. ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞില്ലേ? ഒന്ന് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി. സിറ്റിയിലുള്ള പെണ്ണുങ്ങളൊക്കെ തക്കാളി നല്ല ചോപ്പുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ തക്കാളി വീണ്ടും നന്നായിട്ട് വളരാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. യൂട്യൂബിൽ തപ്പി നോക്കാം. എന്തെങ്കിലും തപ്പിയാൽ നന്നായിട്ട് കിട്ടും. കിഷൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വീഡിയോ കിട്ടി. അപ്പോ തക്കാളി ചെടിയിൽ ഈ പൗഡർ ഇടണം അല്ലേ? പക്ഷെ ഇതെവിടെ കിട്ടും? സിറ്റിയിൽ പോയി തപ്പിയാൽ എന്തായാലും കിട്ടും. നാളെ തന്നെ നഗരത്തിലേക്ക് പോയി ഇത് വാങ്ങിക്കൊണ്ടുവരൂ. ശരി. അടുത്ത ദിവസം വീണ്ടും കിഷൻ നഗരത്തിലേക്ക് പോയി. എന്നിട്ട് ആ ഫെർട്ടിലൈസർ വാങ്ങി. ചേട്ടാ, ഇതുകൊണ്ട് ഒരു തീങ്ങും വരില്ലല്ലോ. ഇത് നോക്കൂ, അധിക അളവിൽ നിങ്ങൾ ഇടാൻ പാടില്ല. പാക്കറ്റിൽ എത്ര അളവ് ഇട്ടിട്ടുണ്ടോ ആ അളവില് നിങ്ങൾ ഇടാൻ പാടുള്ളൂ. ശരി ചേട്ടാ. കിഷൻ ആ കെമിക്കൽ ഫെർട്ടിലൈസർ വാങ്ങിക്കൊണ്ട് തന്റെ വീട്ടിലേക്ക് വന്നു. കവിത അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇതാ മോളെ കെമിക്കൽ ഫെർട്ടിലൈസർ. കടക്കാരൻ എന്താ പറഞ്ഞ വെച്ചാൽ നിനക്ക് എത്ര ആവശ്യമോ അത്ര ആവശ്യം നമ്മൾ ഇടാൻ പാടുള്ളൂ. അതിന്റെ കൂടെ നമ്മൾ ഇടാൻ പാടില്ല. ഈ കെമിക്കൽ ഫെർട്ടിലൈസർ കൊണ്ട് തക്കാളിയൊക്കെ നല്ല വലുതായിട്ട് വളരുന്ന പറയുന്നത്. അതായത് അതിന്റെ അളവും വലുതാകുമെന്നോ? അതെ. നല്ല കാര്യമാണ്. അടുത്ത ദിവസം കിഷൻ അവൻ തന്നെ ആ കെമിക്കൽ ഫെർട്ടിലൈസർ തന്റെ വയലിൽ തെളിച്ചു. ഇത് നോക്കു കവിത, നമ്മുടെ തോട്ടത്തിലുള്ള തക്കാളിക്ക് വെറും 2 കൈപ്പിടി മാത്രം ഫെർട്ടിലൈസർ മതി കേട്ടോ നീ. ശരി, ഞാൻ ഓർമ്മ വെച്ചോളാം. ഫെർട്ടിലൈസർ അടിച്ച കുറച്ചു ദിവസത്തിനകം തന്നെ ചെടികളിൽ നല്ല ചുവന്ന വലിയ തക്കാളി കായ്ക്കാൻ തുടങ്ങി. ഈ കെമിക്കൽ ഫെർട്ടിലൈസർ യഥാർത്ഥത്തിൽ അത്ഭുതമാണ് ചേട്ടാ. ഇത് നീ കണ്ടില്ലേ? ഇതിനു മുമ്പേക്കാളും ഇത്രയും വലിയ തക്കാളി വളർന്നത്. ഏകദേശം 350 കിലോ തക്കാളിയാണ് ഉണ്ടാക്കിയത്. അല്ല ദൈവമേ, ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ലാഭം കിട്ടുമല്ലേ? ശരി, ഞാൻ നഗരത്തിലേക്ക് പോവുക. ഇതൊക്കെ വിൽക്കണ്ടേ? നീ ഫെർട്ടിലൈസർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേഗം തെളിച്ചു വിട്. പക്ഷേ അളവ് മാത്രം നീ നോക്കണേ.
തീർച്ചയായും. കിഷൻ തക്കാളിയൊക്കെ ടെമ്പോയിൽ കയറ്റി നഗരത്തിലേക്ക് തിരിച്ചു. മറുവശത്തെ കവിത ഫെർട്ടിലൈസർ വയലിൽ തെളിക്കണം. 2 കൈപ്പിടി ഉപയോഗിച്ചപ്പോൾ ഇത്രയും വലിയ തക്കാളിയോ? എന്നാൽ നമുക്ക് 3 കൈപ്പിടി ഉപയോഗിക്കാം, അപ്പോൾ വീണ്ടും അധികം കിട്ടും. കവിത 3 കൈപ്പിടി അളവിൽ കെമിക്കൽ ഫെർട്ടിലൈസർ വെള്ളത്തിൽ കലക്കി തക്കാളി ചെടികളിൽ തെളിച്ചു വിട്ടു. അടുത്ത പ്രാവശ്യം കിട്ടിയ തക്കാളിയൊക്കെ ആദ്യത്തെക്കാളും കുറച്ച് വലുതായിരുന്നു. വാവ്, വളരെ അത്ഭുതം തന്നെ. പിന്നീട് എന്തായി? ഓരോ പ്രാവശ്യവും കവിത അധികമായി ഫെർട്ടിലൈസർ വെള്ളത്തിൽ കലക്കി ചെടികളിൽ അടിക്കാൻ തുടങ്ങി. നമ്മൾ കുറച്ചു ദിവസം കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാനേ പാടില്ല. പക്ഷെ എന്തുകൊണ്ടാ? കാരണം അധികമായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നുണ്ട് ചെടിക്കും മണ്ണിനും വളരെ ആപത്താണ്. ഇതിലെന്താ തെറ്റുള്ളത്? നമുക്ക് ഇത് കാരണം നല്ല വരുമാനം കിട്ടുന്നില്ലേ? കവിത, ആവശ്യത്തിന് ഏറെ സാധനം വാങ്ങിയാൽ അത് അതിനാള് ആപത്താണ്. നീ അടുത്ത 2 വളച്ചലിന് ഇത് കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാൻ പാടില്ല. ശരി ചേട്ടാ, നിങ്ങൾ പറഞ്ഞാൽ ശരിയായിരിക്കും. കവിത കിഷനോട് ശരിയെന്ന് പറഞ്ഞു. പക്ഷെ അവളുടെ മനസ്സിൽ നിന്നും അത്യാഗ്രഹം പോയതേ ഇല്ല. അതുകൊണ്ട് കവിത കിഷൻ എത്ര വട്ടം പറഞ്ഞിട്ടും കേൾക്കാതെ ചെടികൾക്കൊക്കെ കെമിക്കൽ ഫെർട്ടിലൈസർ അടിക്കാൻ തുടങ്ങി. അടുത്ത പ്രാവശ്യവും തക്കാളിയൊക്കെ വലുതായി തന്നെ വിളഞ്ഞു. അത് കണ്ടിട്ട് കിഷന് വല്ലാതെ അതിശയം തോന്നി. ഈ തക്കാളി എങ്ങനെ ഇത്രയും വലുതായി വളർന്നത്? നീ കെമിക്കൽ ഫെർട്ടിലൈസർ വല്ലതും ഉപയോഗിച്ചോ? പറയൂ നീ. ഇല്ല, ഞാൻ മരുന്ന് തെളിച്ചില്ല. ഒരുപക്ഷെ ആദ്യം ഇട്ട കെമിക്കൽ കൊണ്ടായിരിക്കും. അങ്ങനെയുണ്ടാവും. കവിത കിഷനോട് കള്ളം പറഞ്ഞുകൊണ്ട് തന്നെ ചെടികൾക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ ഇട്ടുകൊണ്ടേയിരുന്നു. കവിതയുടെ മനസ്സിൽ കൂടുതൽ കാശ് ഉണ്ടാക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ചു മാസങ്ങൾ എല്ലാം നന്നായിരുന്നു. പക്ഷേ പതുക്കെ ചെടികളൊക്കെ വാടാൻ തുടങ്ങി. അയ്യോ, എന്തു പറ്റി? ഇതിനൊക്കെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ വരെ നന്നായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു കെമിക്കൽ ഫെർട്ടിലൈസർ കൊണ്ടാണ് സംഭവിച്ചത്. ഞാൻ ഈ ചെടിയൊക്കെ എടുത്ത് മാറ്റിക്കേളാം. നമുക്ക് ഇവിടെ പുതിയ ചെടി വെക്കാം. പിന്നെ ഇത് മൊത്തം വയലിൽ നാശാക്കി കളയും. ശരി ചേട്ടാ. കിഷൻ ആ വാടിയ ചെടികളൊക്കെ പറിച്ചിട്ട് അവിടെ വീണ്ടും നല്ല ചെടികൾ നട്ടു. പക്ഷെ അടുത്ത ദിവസം ആ ചെടിയും നശിച്ചുപോയി. എന്റെ ദൈവമേ, എന്തിനാ ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാ ഈ ചെടിയൊക്കെ ഇങ്ങനെയായത്? എനിക്കറിയില്ല. ഞാൻ ഈ മണ്ണ് നോക്കുന്ന സയന്റിസ്റ്റിനെ വിളിച്ചിട്ട് വരാം. കിഷൻ തൊട്ടടുത്തുണ്ടായിരുന്ന ഓഫീസിൽ നിന്നും ഒരു സയന്റിസ്റ്റിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു. ഇത് കണ്ടില്ലേ, ഇന്നലെയാണ് ഞങ്ങൾ ഈ ചെടി വെച്ചത്. ഇപ്പൊ എല്ലാം തന്നെ കെട്ടുപോയി. ഞാൻ ഈ മണ്ണൊന്ന് പരിശോധിച്ച് നോക്കട്ടെ. സയന്റിസ്റ്റ് അവിടെ നിന്നും കുറച്ച് മണ്ണെടുത്തു. അദ്ദേഹം ആ സാമ്പിൾസ് പരിശോധിച്ചു നോക്കിയപ്പോൾ ആ മണ്ണിൽ ആവശ്യത്തിന് അധികമായ കെമിക്കൽ ഉണ്ടായിരുന്നു. നിങ്ങളുടെ മണ്ണൊക്കെ കെട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ ആവശ്യം കൂടിയും ഫെർട്ടിലൈസർ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മണ്ണിൽ മുഴുവനും കെമിക്കൽസ് മാത്രമേ ഉള്ളൂ. ഇനി ഈ മണ്ണിൽ ചെടി വളരെയില്ല. ദയവായിട്ട് ബാക്കിയുള്ള ചെടിയിൽ നിങ്ങൾ ഈ കെമിക്കൽസ് ഉപയോഗിക്കരുത്. നിങ്ങൾ സൂക്ഷിക്കണം. ഇത് കേട്ടതും കിഷനും കവിതയ്ക്കും വല്ലാതെ ആശ്ചര്യമായി പോയി. ഇതെല്ലാറ്റിനും കാരണം ഞാനാണ്. നിങ്ങൾ പറഞ്ഞിട്ടും കേൾക്കാതെ ഞാനാണ് കെമിക്കൽ യൂസ് ചെയ്തത്. കവിതയുടെ അത്യാഗ്രഹം കാരണം നല്ല വിളവ് തരുന്ന ഒരു ഭൂമി മരുഭൂമിയായി മാറി. ഒരുപക്ഷെ കെമിക്കൽ ഉപയോഗിക്കാതെ അവർ വ്യവസായം ചെയ്തിരുന്നെങ്കിൽ വരുമാനം കുറവായിരുന്നേനെ. പക്ഷെ അവരുടെ കൃഷിപ്പാടം വളമുള്ളതായും അവരുടെ സന്തോഷം വലുതായും ഇരുന്നേനെ. ശ്രീനു ഒരു പാവപ്പെട്ട ദോശക്കാരനാണ്. അവൻ തന്റെ സൈക്കിളിൽ ദോശയുണ്ടാക്കി വ്യാപാരം ചെയ്യും. ദോശ, മസാല ദോശ, രവ ദോശ. വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവന്റെ കയ്യിൽ നിന്നും ദോശ വാങ്ങി കഴിക്കാറുള്ളൂ. ശ്രീനുവിന്റെ ദോശ നല്ല രുചിയുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് കസ്റ്റമേഴ്സ് ഒന്നുമില്ല. അദ്ദേഹം എപ്പോഴും വിഷമത്തോടെയാണ് വീട്ടിലേക്ക് പോവുക. എന്തുപറ്റി? ഇന്നും വ്യാപാരം നേരെ നടന്നില്ലേ? എന്തു പറ്റിയെന്ന് അറിയില്ല. ഇപ്പോഴുള്ള ജനങ്ങളൊക്കെ മുൻപ് പോലെ ദോശ കഴിക്കുന്നേ ഇല്ല. അച്ഛാ, ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ പിസയും ബർഗറും ഒക്കെയാണ് ഇഷ്ടം. ഇപ്പോൾ ആരും ദോശ ഇഷ്ടപ്പെട്ട് കഴിക്കാറില്ല അച്ഛാ. ഇതേപോലെ പോയിക്കൊണ്ടിരുന്നാൽ നമ്മുടെ കുടുംബം എങ്ങനെ രക്ഷപ്പെടും? തീർച്ചയായും എന്തെങ്കിലും നടക്കും. അച്ഛാ, നിങ്ങൾ എന്തുകൊണ്ട് വേറെന്തെങ്കിലും വ്യാപാരം ചെയ്തുകൂടാ? അതായത് ബർഗർ, പിസ്സ പോലെ. പക്ഷെ ഇതൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല മോനെ. എനിക്ക് വെറും ദോശ മാത്രമേ ഇടാൻ അറിയുള്ളൂ. ശ്രീനുവിന് വളരെ വിഷമമായി. എങ്ങനെയാണ് തന്റെ വ്യാപാരം വലുതാക്കുന്നതെന്ന്. ദിവസം തോറും അദ്ദേഹത്തിന്റെ വ്യാപാരം കുറഞ്ഞു വന്നു. അടുത്ത ദിവസം രാവിലെ ശ്രീനു നേരത്തെ പുറപ്പെട്ടു. പിന്നെ ഇന്നെന്നും പോകുന്ന വഴിയിൽ പോകാതെ വേറെ വഴിയിൽ പോയി. ദോശ, മസാല ദോശ, രവ ദോശ. ആ വഴിയിൽ ജിം ഉണ്ടായിരുന്നു. ജിമ്മിന്റെ പുറത്ത് ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ ഇത്രയും തിരക്കുണ്ടല്ലോ. ഞാൻ ഈ സ്ഥലത്താണ് നല്ലോണം ഒച്ച ഉണ്ടാക്കേണ്ടത്. ഇനി തീർച്ചയായിട്ടും നല്ല വ്യാപാരം ഉണ്ടാവും. ശ്രീനു വളരെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. ദോശ, മസാല ദോശ, രവ ദോശ.
ശ്രീനുവിന്റെ ശബ്ദം കേട്ട് ഒരു ബോഡി ബിൽഡർ അവിടേക്ക് വന്നു. എന്താ വേണ്ടത്? ഒന്നും വേണ്ട, ഞങ്ങൾ ഇതൊന്നും കഴിക്കില്ല. നിന്റെ അടുത്ത് ചിക്കനോ വല്ല മുട്ട ഉണ്ടെങ്കിൽ മുട്ട ദോശ ഇട്ട് തരൂ. മുട്ട ദോശയോ? അതെ, അത് നിങ്ങളടുത്തില്ലേ? ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അതുപോലെ ദോശ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. ശരി സർ. ശ്രീനു തന്റെ സൈക്കിൾ ഓട്ടിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. അന്ന് ദിവസം മുഴുവൻ ശ്രീനു പല പല സ്ഥലങ്ങളിലായി ദോശ വിറ്റു. ഒരുപാട് ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെട്ട ആ ദോശ കഴിച്ചു. വൈകുന്നേരം അദ്ദേഹം വീട്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തിലുള്ള ചിരി കണ്ട് ലക്ഷ്മി ചോദിച്ചു, എന്തുപറ്റി? ഇന്ന് നല്ല വ്യാപാരമുണ്ടായിരുന്നോ? വ്യാപാരം നന്നായിട്ട് നടന്നിരുന്നു, പക്ഷെ ഇന്ന് എനിക്കൊരു പുതിയ ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്ത് ഐഡിയ അത്? മുട്ട ദോശ. മുട്ട ദോശയോ? അതെ, ആദ്യം നമുക്കൊന്ന് മുട്ട ദോശ കഴിച്ചു നോക്കാം. പോ മുത്തു, പോയിട്ട് കടയിൽ 6 മുട്ട വാങ്ങിട്ട് വാ. ശ്രീനു മുത്തുവിന്റെ കയ്യിൽ കാശ് നൽകി. എന്നിട്ട് കടയിലേക്ക് പറഞ്ഞു വിട്ടു. കുറച്ചു സമയത്തിന് ശേഷം മുത്തു മുട്ട വാങ്ങിക്കൊണ്ടുവന്നു. അതിനുശേഷം ശ്രീനു ദോശയുണ്ടാക്കാൻ തുടങ്ങി. അദ്ദേഹം എപ്പോഴും പോലെ ദോശമാവിനെ തവയിലേക്ക് ഒഴിച്ചു. അതിനുശേഷം ഒരു ഗ്ലാസ്സിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് അത് ദോശയുടെ പുറത്തേക്ക് ഒഴിച്ചു. എന്നിട്ടതിൽ മസാല പൊടികൾ ഇട്ടു. കാണാൻ നന്നായിട്ടുണ്ട്, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ശ്രീനുവും ലക്ഷ്മിയും ആ മുട്ട ദോശ കഴിച്ചു നോക്കി. ചേട്ടാ, ഇത് വളരെ നന്നായിട്ടുണ്ട്. അച്ഛാ, എനിക്കും ഇത് തരൂ. മുത്തുവും ദോശ കഴിച്ചു നോക്കി. അവനും അത് ഒരുപാട് ഇഷ്ടമായി. അന്നവർ കുടുംബത്തോടെ മുട്ട ദോശയാണ് കഴിച്ചത്. അടുത്ത ദിവസം രാവിലെ ശ്രീനു തന്റെ ദോശയിടുന്ന സൈക്കിൾ എടുത്തുകൊണ്ട് ആ ജിമ്മിനടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ സൈക്കിളിൽ മുട്ട ട്രേയും ഉണ്ടായിരുന്നു. ദോശ, മുട്ട ദോശ, മുട്ട മസാല ദോശ. മുട്ട ദോശ എന്ന് പറഞ്ഞതും തൊട്ടടുത്തുണ്ടായിരുന്ന കുറെ ആൾക്കാർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. കൂടെ തന്നെ ആ ബോഡി ബിൽഡറും വന്നു. ശരിക്കും മുട്ട ദോശ കിട്ടുമോ? തീർച്ചയായും സാർ. എന്നാ എനിക്കൊരു മുട്ട ദോശ തരൂ. പിന്നീട് ശ്രീനു ദോശയുടെ മേലിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചു. പിന്നീട് ആ ബോഡി ബിൽഡറിന് മുട്ട ദോശ നൽകി. മുട്ട ദോശ കഴിച്ചതും തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തിൽ ഒരു ചിരി വന്നു. വാവ്, വളരെ നന്നായിട്ടുണ്ട് സുഹൃത്തെ. ഞങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടേ ഇല്ല മുട്ടയും ദോശയും ചേർത്ത് കഴിക്കാൻ പറ്റുമെന്ന്. നിങ്ങൾ ഇന്നും നേടുവോ? ആ ബോഡി ബിൽഡർ മുട്ട ദോശ കഴിച്ചു. പിന്നീട് ഇനിയും ഒന്ന് ചോദിച്ചു. കൂടെ ഒരുപാട് ബോഡി ബിൽഡേഴ്സ് മുട്ട ദോശ വാങ്ങിച്ചു കഴിച്ചു. എനിക്കൊരു മസാല മുട്ട ദോശ. എനിക്കൊരു മുട്ട ദോശ. മുട്ട ദോശ ഓർഡർ നൽകി. ശ്രീനു മുട്ട ദോശ ഇട്ടുകൊണ്ടേയിരുന്നു. പിന്നെ കസ്റ്റമേഴ്സ് കഴിച്ചുകൊണ്ടേയിരുന്നു. ശ്രീനു ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും ചെയ്തു. അതുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധയൊക്കെ അദ്ദേഹത്തിന്റെ മേലിൽ കൊണ്ടു. ദോശ, മുട്ട ദോശ, മുട്ട മസാല ദോശ. ഒരാൾക്കടുത്തായി മറ്റൊരു കസ്റ്റമർ വന്നുകൊണ്ടേയിരുന്നു. 1 മണിക്കൂറിനകത്തു തന്നെ ശ്രീനുവിന്റെ മൊത്ത ദോശയും വിറ്റ് കഴിഞ്ഞു. പിന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ വരുമാനവും ഒരുപാട് കിട്ടി. അദ്ദേഹം സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ലക്ഷ്മി, ഇന്ന് വളരെ നന്നായിട്ട് കച്ചവടം സംഭവിച്ചിരുന്നു. എല്ലാ ദോശയും വിറ്റ് കഴിഞ്ഞു. എന്റെ ദൈവമേ, നാളെ തൊട്ട് നീ തന്നെ മാവ് അരയ്ക്കാനുണ്ട്. കസ്റ്റമേഴ്സിനൊക്കെ നമ്മളുടെ മുട്ട ദോശ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടടാ. ശരി. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അടുത്ത ദിവസവും അതുപോലെ തന്നെ സംഭവിച്ചു. ശ്രീനുവിന്റെ ശബ്ദം കേട്ടതും തന്നെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് മുട്ടദോശ കഴിക്കാനായി വന്നു. ശ്രീനുവിന്റെ കൈകൾ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസവും അതുപോലെ തന്നെ ശ്രീനുവിന്റെ ദോശയൊക്കെ വിറ്റുപോയി. പിന്നീട് ആ ദിവസവും തുടർന്നു. മുട്ടദോശ ഫേമസ് ആയി. പിന്നെ ശ്രീനു ദിവസം മുഴുവൻ കഠിനമായി അധ്വാനിക്കാൻ തുടങ്ങി. ശ്രീനുവിന് നല്ല ഭാഗ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം വളരെ സന്തോഷത്തോടെ ആയിരുന്നു. ശ്രീനു ഇപ്പോൾ ഒരു മിനി ടെമ്പോയും വാങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം സൈക്കിളിന് പകരം മിനി ടെമ്പോയിൽ മുട്ടദോശ ചെയ്ത് വിൽക്കാൻ തുടങ്ങി. സിറ്റി മുഴുവൻ അദ്ദേഹം ചെയ്യുന്ന മുട്ടദോശയെ കുറിച്ചായിരുന്നു സംസാരം. അദ്ദേഹം ടെമ്പോയും കൊണ്ട് എവിടേക്ക് പോയാലും അവിടേക്ക് കസ്റ്റമേഴ്സിന്റെ കൂട്ടം അധികമായി വരും. ദിവസവും വൈകുന്നേരം ശ്രീനു തന്റെ മിനി ടെമ്പോ എടുത്തുകൊണ്ട് പാർക്കിനടുത്തേക്ക് വരും. പാർക്കിൽ നേരത്തെ തന്നെ ജഗന്റെ ദോശ സ്റ്റാൾ ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീനു വന്നതും തന്നെ എല്ലാ കസ്റ്റമേഴ്സും അദ്ദേഹത്തിനടുത്തേക്ക് പോയി. ഈ മുട്ടദോശക്കാരൻ ജനങ്ങളൊക്കെ എന്താണ് ഇവൻ ആക്രമിച്ചത്? ഇയാൾ വന്നതിന് ശേഷമാണ് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയി കഴിക്കുന്നത്. ഇതെനിക്ക് പഠിച്ചേ പറ്റുള്ളൂ. അന്ന് ശ്രീനു ശ്രദ്ധിക്കാതെ ഇരുന്നപ്പോൾ ജഗൻ ശ്രീനുവിന്റെ ദോശമാവിൽ മുളക് പൊടി ചേർത്തു. ഇപ്പം നോക്കട്ടെ ജനങ്ങൾക്കൊക്കെ നിന്റെ ദോശ എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന്. പിന്നീട് ജഗൻ തന്റെ കടയിലേക്ക് പോയി. ശ്രീനു ഇക്കാര്യം ഒട്ടും അറിയില്ലായിരുന്നു.
അദ്ദേഹം എന്നത്തെയും പോലെ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് തന്റെ കസ്റ്റമേഴ്സിന് കൊടുത്തു. വാവ് സുഹൃത്തെ, ദിവസം കഴിക്കുന്ന മുട്ടദോശനെക്കാട്ടും ഇന്ന് സ്പെഷ്യൽ ആയിട്ടുണ്ടല്ലോ. എരിവും പിന്നെ നല്ല രുചിയും ഉണ്ട്. സ്പൈസി മുട്ടദോശ. ഇത് കേട്ടിട്ട് ശ്രീനു തന്റെ ദോശമാവ് ടേസ്റ്റ് ചെയ്തു നോക്കി. പിന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന മുളക് പൊടി ബോട്ടിൽ അദ്ദേഹം കണ്ടു. തീർച്ചയായും ആരോ മാവില് മുളകാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതും നല്ലത് തന്നെ. ജനങ്ങൾക്ക് ഈ സ്പൈസി മുട്ടദോശ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ഇതിനാണ് അതിഷ്ടമെന്ന് പറയുന്നത്. മുട്ടദോശ, സ്പൈസി മുട്ടദോശ. പിന്നെ വീണ്ടും ശ്രീനുവിന്റെ ടെമ്പോയുടെ അടുത്തേക്ക് ഒരുപാട് ആൾക്കാർ വന്നു. എല്ലാവർക്കും പുതിയ ആ സ്പൈസി മുട്ടദോശ കഴിക്കാനുള്ള ആഗ്രഹം. ശ്രീനു മുട്ടദോശ ചെയ്തുകൊണ്ടേയിരുന്നു, ജനങ്ങൾ അത് കഴിച്ചുകൊണ്ടേയിരുന്നു. എല്ലാവർക്കും സ്പൈസി മുട്ടദോശ ഒരുപാട് ഇഷ്ടമായി. ജഗന് മാത്രം ഇഷ്ടമായില്ല. ഞാൻ ഇങ്ങനെ ചെയ്തു പോയല്ലോ. ഞാൻ അവന്റെ കച്ചവടം നാശാക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അറിയാതെ തന്നെ ഞാൻ അവന് നല്ലത് ചെയ്തു പോയല്ലോ. അയ്യോ എന്റെ ദൈവമേ. ശ്രീനുവിന്റെ സ്പൈസി മുട്ടദോശ വിൽക്കാൻ തുടങ്ങി. ഇത് കണ്ടതും ജഗന് ഒരുപാട് ദേഷ്യം വന്നു. പക്ഷെ പാവം, ഇനി അദ്ദേഹത്തെ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും? അദ്ദേഹം കരുതി ശ്രീനുവിനെ ഇല്ലാതെയാക്കി താൻ രക്ഷപ്പെടാമെന്ന്. പക്ഷെ പാവം, അദ്ദേഹം സ്വന്തം കൈകൊണ്ട് തന്റെ കുഴി കുഴിച്ചു.